വാതിൽക്കാരെ വിളിക്കും നാളെ സ്വർഗീയ വാതിലയ്യാൻ തുറക്കും വീടേ സുഖലോക സുവർഗത്തിൻ കവാടം സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാൻ അടിയാർകൾ കൂടയവൻ പൊറുക്കും കാലം അസുവിന്റെ തിരുനോട്ടം തുണയ്ക്കും കാലം സുഖലോക സുവർഗത്തിൻ കവാടം സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയു'തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. സദഖല്ലാഹുൽ അലീം. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാരെ, സമാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റേഡിയോ വഴി ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമളാനിന്റെ ഈ പുണ്യമേറിയ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തുകൊണ്ടും മഗ്ഫിറത്തുകൊണ്ടും ഇത്ഖും മിനന്നാർ കൊണ്ടും ആദരിക്കുന്നവരിൽ അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ പൊതിയുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി മുഖവുരയായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ചില നുറുങ്ങു ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അവന് ഇബാദത്ത് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പഠിപ്പിച്ച ഒരായത്താണ് സൂറത്തുൽ ബയ്യനയിൽ നിന്ന് നമ്മൾ നിരന്തരമായി ഓതിപ്പോകുന്ന ചെറിയ ഒരായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നാം എല്ലാവരും വിശിഷ്യ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ ഇബാദത്തുമായി കൂടുതൽ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്നവരും മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചതിന് സമയം കണ്ടെത്തുന്നവരുമൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇബാദത്തുകളും നമ്മളിൽ നിന്ന് അതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്യട്ടെ. അമലുകൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നിർവഹിക്കേണ്ട കാര്യമാണ്. അപ്പോഴാണത് ഇബാദത്താവുക. ഇബാദത്ത് എന്ന ആ ഏറ്റവും വലിയ കാര്യത്തെ വിവക്ഷിച്ചിട്ടുള്ളവരെല്ലാം പറഞ്ഞത് ആകത്തുക പരമമായ
താഴ്മ, പരമമായ വണക്കം എന്നാണ്. പരമം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആ പദത്തിനെ ഇനി അതിന്റെ അപ്പുറത്തേക്കൊന്നില്ലാത്ത രൂപത്തിൽ അതിന്റെ എൻഡിലെത്തുമ്പോഴാണ് പരമം എന്നുള്ള, അഖ്സ എന്നുള്ള, അല്ലെങ്കിൽ സുപ്രീം എന്നുള്ള ആ പദവിയിലേക്ക് എത്തുക. അഖ്സ ഗായത്തുൽ ഖുദൂ എന്നാണ് അറബിയിൽ അതിനെ വിവക്ഷിച്ചെടുത്ത് കാണുക. പരമാവധി നമുക്ക് എത്രത്തോളം വണക്കത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കുമോ, എത്രത്തോളം നമുക്ക് ശ്രദ്ധയോടുകൂടി നിഷ്കളങ്ക മനസ്സോടുകൂടി മറ്റെല്ലാ ചിന്തകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി അള്ളാഹുവിലേക്ക് മാത്രമായി നമ്മളെ ലയിപ്പിക്കാൻ സാധിക്കുമോ, അതാണ് യഥാർത്ഥത്തിലുള്ള ഇബാദത്താവുകയുള്ളൂ. അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതും വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീൻ കാര്യങ്ങളെ, ആരാധനാകർമ്മങ്ങളെ അള്ളാഹുവിന് മാത്രമായി നിഷ്കളങ്കമാക്കി നിർവഹിക്കാൻ മാത്രമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള കേവല കാട്ടിക്കൂട്ടലുകൾ അള്ളാഹു കൽപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീങ്ങളായിട്ട് ചെയ്യുന്ന ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നത് മാത്രമായ രീതിയിൽ നിർവഹിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ട ഇബാദത്ത്, നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ആരാധന ആയിത്തീരുന്നുള്ളൂ. ആ ആരാധനയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ആരാധനകൾ മാത്രമേ നാളെ മഹ്ശറ വൻസഭയിൽ നമ്മുടെ റെക്കോർഡുകളിൽ പതിയുകയുള്ളൂ. അത്തരത്തിലുള്ള ആരാധനകൾ മാത്രമേ മീസാൻ എന്ന തുലാസിന്റെ തട്ടിലേക്ക് കയറിയിരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ആരാധനകൾ കൊണ്ട് മാത്രമേ അള്ളാഹുവിങ്കൽ സ്വർഗീയ ലോകത്തുന്നതമായ പദവികൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന അമലുകൾ നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇഖ്ലാസില്ലാത്ത അമൽ അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടേ ഇല്ല. ഇഖ്ലാസില്ലാത്ത അമൽ, ആ അമലിൽ അള്ളാഹുവിന് താൽപര്യമില്ല. അപ്പൊ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമ്മളെ നിസ്കാരത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ തെറ്റിപ്പോകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ അമൽ നിർവഹിക്കാൻ നമ്മളെയൊക്കെ തൗഫീഖ് നൽകി തുണക്കട്ടെ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ഉസ്താദ് നൂറ് ഫൈലി പറഞ്ഞതുപോലെ കുൻ അഅ്ബദൻ നാസി എന്നതിന്റെ ചില വരികൾ മാത്രമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാതി ഫയഅമല ബിഹിന്ന ഔ യുഅല്ലിമ മൻ യഅമല ബിഹിന്ന. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്, അത് എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ആരാണ് നിങ്ങളിൽ തയ്യാറുള്ളത്? അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആരാണ് മുന്നോട്ട് വരാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനായിക്കോളാം റസൂലേ, ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅഖദ ബിയദി, എന്റെ കൈക്ക് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅദ്ദ ഖംസൻ, 5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു തന്നു. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് വഖാല ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബദൻ നാസി എന്നാണ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബദൻ നാസി. ഹറാമുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് നീ ശ്രദ്ധിക്കുക,
എന്നാൽ നീ ഏറ്റവും വലിയ ആരാധന നിർവഹിക്കുന്നവനായി മാറും. ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നിർവഹിക്കുന്ന അമലുകളിലൊന്നും നമ്മൾ ഓരോരുത്തരും, ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നെയും കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയും വിലയിരുത്തുക. നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവെച്ച ആ രൂപത്തിലുള്ള ആരാധനകൾ, ഇബാദത്തുകൾ ആയിത്തീരാറുണ്ടോ? നമ്മുടെ നിസ്കാരം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരം ആകാറുണ്ടോ? ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യാൻ മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇഖ്ലാസില്ലാത്ത അമല് അല്ലാഹുവിന് വേണ്ടേ വേണ്ട. എന്നാൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്ന അമലുകളിൽ ഈ പറയുന്ന ഇഖ്ലാസ് അഥവാ അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രതിഫലം എന്നതിൽ ഒതുങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഞാൻ എന്നെ വിലയിരുത്തുന്നതോടൊപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ വിശുദ്ധമായ റമളാനിന്റെ പുണ്യമേറിയ ഈ രാത്രിയിൽ നമ്മൾ നമ്മളെ വിലയിരുത്തുക. നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടുമോ? നന്മയുടെ പട്ടികയിൽ നമ്മുടെ നിസ്കാരമുണ്ടാകുമോ? നാളെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഭാരമേറിയ അമലായി കയറിയിരിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലായിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്ലാസില്ലാത്ത അമലുകളുമായി അമലുകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒന്നാനാകാശത്ത് എത്തുന്ന സമയത്ത് ആകാശത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ ആ അമലുകളെ ഭൂമിയിലേക്ക് തന്നെ വലിച്ചെറിയും. കാരണം അതിൽ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്തതല്ലാത്ത അമലുകളുണ്ട്. അതാണ് കാരണം എന്നും അവർ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ആരാധനകളിൽ ഇത്ര ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. പരിശുദ്ധമായ ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന നിർവഹിക്കുന്ന കർമ്മങ്ങൾ വൃഥാവിലാകാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. വരുന്ന വീഴ്ചകൾക്ക്, പോരായ്മകൾക്ക് അല്ലാഹുവിനോട് നാം മാപ്പിരക്കുക. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യൻജു അഹദുൻ ബിഅമലിഹി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാളും അവൻ ചെയ്യുന്ന അമലുകൊണ്ട് രക്ഷപ്പെടാൻ പോകൂല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ടോ നമ്മൾ അനുഷ്ഠിക്കുന്ന മറ്റു കർമ്മങ്ങൾ കൊണ്ടോ ഖബറിലോ മഹ്ശറയിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ജീവിതത്തിലോ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലുള്ളാഹ്, റസൂലേ നിങ്ങളും അമലുകൊണ്ട് രക്ഷപ്പെടൂലേ? നിങ്ങളും അമലുകൊണ്ട് രക്ഷപ്പെടില്ലയോ? സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലാ അന, ഞാൻ അമൽ ചെയ്തു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ഞാനും രക്ഷപ്പെടില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹത്തിന് എന്നെ പാത്രീഭവിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ അനുഗ്രഹത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാനും രക്ഷപ്പെടില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം നിർവഹിച്ചു കൊടുക്കുന്ന ഈ അമലുകൾ കൊണ്ടല്ല അല്ലാഹു തആല നമുക്ക് സ്വർഗം പ്രതിഫലം തരുന്നതും അവന്റെ തൃപ്തി നമുക്ക് പകരം തരുന്നതും. നമ്മുടെ അമലുകൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിച്ചോളണം എന്നില്ല. പിന്നെ അമൽ എന്തിനു ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുക എന്ന രൂപത്തിൽ. അത് തന്നെയായിരിക്കണം ഉദ്ദേശ്യം, അത് തന്നെയാണ് ഇഖ്ലാസും. അല്ലാഹു എന്നോട് കൽപ്പിച്ചു, ഞാനത് നിർവഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ ഉത്തരവാദിത്തം, എന്നിൽ ഏൽപ്പിച്ച ആ ബാധ്യത ഞാൻ നിഷ്കളങ്കമായി നിർവഹിക്കുകയാണ്. അതിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല, എന്റെ ഉമ്മത്ത് മൊത്തത്തിൽ ശിർക്കിൽ അകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല.
പിന്നെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗറു, ചെറിയ ശിർക്ക് നിങ്ങളിൽ സംഭവിച്ചു പോകും എന്നതാണ്. ചെറിയ ശിർക്ക് നിങ്ങളിൽ സംഭവിച്ചു പോകും എന്നത് ഞാൻ ഭയപ്പെടുന്നു. സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, ഏതാണ് ചെറിയ ശിർക്ക്? അത് നിങ്ങളുടെ അമലുകളിൽ ഉദ്ദേശ്യശുദ്ധി കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അമലുകളിൽ, കർമ്മങ്ങളിൽ, നിസ്കാരങ്ങളിൽ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങളിൽ നിങ്ങളുടെ നിഷ്കളങ്കത ചോർന്നു പോകുന്നു, ഉദ്ദേശ്യശുദ്ധി കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്ന അശ്ശിർക്കുൽ അസ്ഗർ. അത് നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് അമലുകളിൽ കടന്നുകൂടിയാൽ പിന്നീട് ആ അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അതേ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നു എന്ന രൂപത്തിൽ ഞാൻ ഈ കൽപ്പന അല്ലാഹു തആല പറഞ്ഞതുപോലെ നിർവഹിച്ചാൽ എനിക്കതിന് അല്ലാഹു തആല പ്രതിഫലം തരും എന്ന വിശ്വാസത്തിൽ അമലുകൾ നിർവഹിച്ചാൽ മാത്രമേ ആ അമലുകൾ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ, ആ അമലുകൾ മീസാനിലെത്തുകയുള്ളൂ, ആ അമൽ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തയാൾക്ക് നൽകുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്നത് ജീവിതവൽക്കരിക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമലുകൾ സ്വീകരിക്കപ്പെടാൻ നമുക്ക് വേണ്ടത് ഹൃദയശുദ്ധിയാകുന്നു. മൊത്തത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹൃദയശുദ്ധിയാണ് വേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസി. നീ ഹറാം സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക നിന്റെ ജീവിതത്തിൽ. എന്നാൽ തകുൻ അഅബദന്നാസി, ഏറ്റവും വലിയ ഇബാദത്ത് നിർവഹിക്കുന്നവൻ നീയായി മാറും. എന്താണത്? ആ ഭാഗത്തുകൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു തെറ്റു ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. നുക്ത, ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ വീണ്ടും ഒരു തെറ്റു ചെയ്യുമ്പോൾ വേറെ ഒരു പുള്ളി വീഴും. വീണ്ടും തെറ്റു ചെയ്യുമ്പോൾ പിന്നെയും ഒരു പുള്ളി വീഴും. തെറ്റുകൾ അധികരിക്കുകയും തൗബയില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പുള്ളി ഹൃദയം മൂടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ റാൻ എന്ന് പറഞ്ഞത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയം അത് സത്യം ഉള്ളിലേക്ക് കടക്കാത്ത രൂപത്തിൽ അത് തെറ്റുകൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, തെറ്റുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ നിന്ന് അകന്നുപോകുന്ന രൂപത്തിൽ, സത്യം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത രൂപത്തിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെച്ചിരിക്കുന്നു. ഇനി ആ സീല് മാറണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പുള്ളികൾ മാറണം എന്നുണ്ടെങ്കിൽ അവന്റെ ഖൽബിനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കണം. അവന്റെ ഹൃദയം കരയണം. ആ ഹൃദയം കരയുമ്പോഴാണ് ആ ഹൃദയത്തിന്റെ കറുത്ത പാടുകൾ നീങ്ങിപ്പോവുക. ആ പാടുകൾ നീങ്ങിപ്പോകുമ്പോഴേ ഇനി അതിലേക്ക് അള്ളാഹുവിന്റെ നൂറ് കടക്കുകയുള്ളൂ എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറ് പ്രവേശിക്കണമെങ്കിൽ ആ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ ഇല്ലാതാകണം. ആ കറുത്ത പാടുകളുള്ളിടത്തോളം കാലം അള്ളാഹുവിന്റെ നൂറ് അതിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ശുദ്ധമല്ല. ആ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരുപാട് രോഗങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. ആ രോഗങ്ങളൊക്കെ ഇനി അതിൽ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ അതിലേക്ക് അള്ളാഹുവിന്റെ നൂറ് കടക്കുകയുള്ളൂ. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. പലപ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ കേട്ടിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അയ്യുന്നാസി അഫ്ളലു, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് പ്രവാചകരെ? ഏറ്റവും നല്ല മനുഷ്യൻ, അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ ആരാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുല്ലു മഖ്മൂമിൽ ഖൽബി സ്വദൂഖുൽ ലിസാനി എന്നാണ്. കുല്ലു മഖ്മൂമിൽ ഖൽബി സ്വദൂഖുൽ ലിസാൻ. സഹാബത്ത് ചോദിച്ചു, സ്വദൂഖുൽ ലിസാനി നാരിഫുഹു യാ റസൂലല്ലാഹ് ഫമാ മഖ്മൂമുൽ ഖൽബി. സ്വദൂഖുൽ ലിസാൻ എന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി പ്രവാചകരെ. സത്യം മാത്രം പറയുന്നവൻ, സത്യം ശീലമാക്കിയവൻ, സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുന്നവൻ, അവനാണ് സ്വദൂഖുൽ ലിസാൻ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഫമാ മഖ്മൂമുൽ ഖൽബി, മഖ്മൂമുൽ ഖൽബ് എന്നതുകൊണ്ട് ഉദ്ദേശ്യം എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ. 4 മാരകമായ ഹൃദയരോഗങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഹൃദയത്തിന് പിടികൂടുന്ന മാരകമായ 4 രോഗങ്ങൾ. ഒന്ന് ലാ ഇസ്മ ഫീഹി, അതിൽ യാതൊരു കുറ്റവാസനയും ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആ മനസ്സിൽ ഇല്ല. വലാ ബഗയ, യാതൊരു വിധത്തിലുള്ള ആക്രമണവാസനയും ആ ഹൃദയത്തിലില്ല. വലാ ഗില്ല, ഏതൊരു മനുഷ്യനോടും മറ്റൊരാളോടും യാതൊരു തരത്തിലുള്ള പകയും അവന്റെ മനസ്സിലില്ല. വലാ ഹസദ, ആരോടും അവന് അസൂയയും ഇല്ല. എങ്ങനെ? കുറ്റം ചെയ്യണമെന്ന ആഗ്രഹമോ ആക്രമിക്കണമെന്ന വാസനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് പകയോ വിദ്വേഷമോ ആരോടെങ്കിലും അസൂയയോ ഒന്നും ഇല്ലാതെ ശുദ്ധമായ ഹൃദയം, അതാണ് മുഖ്ലിസായ ഹൃദയം. ആ മുഖ്ലിസായ ഹൃദയത്തിൽ നിന്നുള്ള കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ, ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളെ തൊട്ടൊക്കെ, ഇത്തരത്തിലുള്ള മോശമായ വിശേഷണങ്ങളെ തൊട്ടൊക്കെ, നിഷിദ്ധമായ ഈ തെറ്റുകളെ തൊട്ടൊക്കെ ശുദ്ധമായ നിഷ്കളങ്കമായ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്നുള്ള കർമ്മങ്ങളാണ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ, ഹറാമുകൾ വന്നു പോകുന്നത് നീ സൂക്ഷിക്കുക, എന്നാൽ തകുന്നബദന്നാസി, നീ ഏറ്റവും ഇബാദത്ത് നിർവഹിക്കുന്നവനായി തീരും. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗയ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. കുല്ലബി, നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക, ഇന്നമാ ഹറമ റബ്ബി, നിശ്ചയം എന്റെ നാഥൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അൽ ഫവാഹിഷ, എല്ലാ വേണ്ടാവൃത്തികളെയും, മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അതിൽ നിന്ന് പരസ്യമായതും രഹസ്യമായതും, വൽ ഇസ്മ, എല്ലാ കുറ്റവാസനകളും, വൽ ബഗയ, എല്ലാ ആക്രമണ സ്വഭാവങ്ങളും, ബിഗൈരിൽ ഹഖി, അർഹതയില്ലാതെ മറ്റൊരാളെ ആക്രമിക്കുന്നത്, വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ലക്ഷ്യവും നിങ്ങൾക്ക് തരാത്ത അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുക എന്നുള്ള അക്കാര്യവും അല്ലാഹു തആല വളരെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഇസ്മ ബഗയ തുടങ്ങിയ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന കുറ്റവാസനകളെ, ആക്രമണ സ്വഭാവങ്ങളെ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്താൽ മാത്രമേ അവന്റെ മനസ്സ് ഇഖ്ലാസുള്ള മനസ്സായി തീരുകയുള്ളൂ. തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നിന്ന്, ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ കൊണ്ട് നിറക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന് കർമ്മങ്ങളിലുള്ള ഇഖ്ലാസ് സാധ്യമാവുകയില്ല എന്നും നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മളെ തുണക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു, ഇന്ന അവ്വലന്നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി, ഇന്ന അവ്വലന്നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിധി വിസ്താരം നടത്തുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന മനുഷ്യന്മാർ റജുലുൻ ഉസ്തുഷിദ, ഒന്നൊരു ഷഹീദായ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം നടക്കുന്ന വേളയിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച മനുഷ്യൻ. ഇന്ന അവ്വലന്നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുഷിദ, ഷഹീദായ ഒരു മനുഷ്യൻ, അയാളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉതിയ ബിഹി, അയാളെ കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അല്ലാഹു അയാൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ആ അനുഗ്രഹങ്ങളൊക്കെ അയാൾ അനുഭവിച്ചതല്ലയോ, ഇതൊക്കെ അല്ലാഹു തആല നിനക്ക് തന്നതല്ലയോ, നീ ഇതൊക്കെ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചതല്ലയോ എന്ന് അയാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അയാൾ അതൊക്കെ തിരിച്ചറിയും, സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ആരോഗ്യം തന്നിട്ടില്ലായിരുന്നോ, യുദ്ധം ചെയ്യാനുള്ള കഴിവുകൾ നൽകിയിട്ടില്ലായിരുന്നോ, അതിനുള്ള പാഠവും നിനക്ക് തന്നിട്ടില്ലായിരുന്നോ, എന്നിട്ട് ഫമാ അമിൽത ഫീഹാ, ഞാൻ നൽകിയ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് എനിക്കു വേണ്ടി നീ എന്താണ് നിർവഹിച്ചത്? ഞാൻ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇന്നതും ഇന്നതുമൊക്കെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നപ്പോൾ നീ അത് സമ്മതിക്കുന്നു. എന്നാൽ ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് നീ എന്താണ് ചെയ്തത്? അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, ഖാതൽതു ഫീക ഹത്താ തുഷ്ഹിതു, ഞാൻ ഷഹീദാകുന്നത് വരെ നിന്റെ മതത്തിനു വേണ്ടി യുദ്ധം ചെയ്തു തമ്പുരാനെ. എന്റെ ശരീരത്തിൽ ഈ കാണുന്ന മുറിപ്പാടുകളൊക്കെ നിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടായതാണ്. എന്റെ ശരീരത്തിൽ നീ ഒലിച്ചിറങ്ങുന്ന രക്തപ്പാടുകൾ അത് നിന്റെ ദീനിന്റെ ശത്രുക്കളുടെ വെട്ടും കുത്തുമേറ്റിട്ട് കിട്ടിയതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിനക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയുമത്രേ, വലാകിൻ കദബ്ത, നീ പറഞ്ഞത് കള്ളമാണ് എന്നയാളോട് പറയപ്പെടും. വലാകിന്നക ഖാതൽത ലി അൻ യുഖാല ജരീഉൻ, നീ വലിയ ധൈര്യവാനാണ്, യുദ്ധതന്ത്രങ്ങൾ അറിയുന്നവനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത്. അതാണെങ്കിലോ വഖദ് ഖീല, അതവിടെ പറയപ്പെടുകയും ചെയ്തു. നീ ഈ യുദ്ധം കൊണ്ട്, നീ ഷഹീദായ ആ യുദ്ധം കൊണ്ട് നിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത് നീ വലിയ യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന വീരശൂര പരാക്രമിയാണ്, യുദ്ധപാഠവങ്ങളൊക്കെ അറിയുന്നവനാണ് എന്ന് ആളുകൾ പറയലായിരുന്നു നിന്റെ ലക്ഷ്യം. വഖദ് ഖീല, അത് പറയപ്പെടുകയും ചെയ്തു. ഇനി അതിന് പ്രതിഫലത്തിന്റെ ആവശ്യമില്ല. നിന്റെ പ്രതിഫലം നീ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ഖ്യാതി നിനക്ക് കിട്ടലായിരുന്നു, അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ثم أمر به فسحب على وجهه حتى ألقي في النار, പിന്നീട് മലക്കുകളോട് അയാളെ നരകത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി കൽപ്പിക്കുകയും മലക്കുകൾ അയാളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി വലിച്ചെറിയുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആന, ഒരുപാട് വിജ്ഞാനങ്ങൾ സ്വായത്തമാക്കുകയും അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെയാണ് പിന്നെ കൊണ്ടുവരുന്നത്. ഒരു വലിയ പണ്ഡിതൻ, അയാൾ വലിയ ഖുർആൻ പണ്ഡിതനാണ്, അയാൾക്കൊരുപാട് വിജ്ഞാനങ്ങളുണ്ട്, വ്യത്യസ്ത വിജ്ഞാന ശാഖകളിൽ അയാൾ പ്രാവീണ്യം നേടിയിട്ടുണ്ട്, അയാൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉതിയ ബിഹി, അവനെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെയൊക്കെ അയാൾക്ക് കാണിക്കപ്പെടും. അയാൾ അതൊക്കെ തിരിച്ചറിയുകയും ചെയ്യും. അയാളോട് അല്ലാഹു തആല ചോദിക്കും, നിനക്ക് ഞാൻ പഠിക്കാൻ സൗകര്യം തന്നില്ലയോ, വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിൽ നിനക്ക് ഞാൻ പ്രാവീണ്യം നൽകില്ലയോ, എന്നിട്ട് ആ ഇൽമു കൊണ്ട് എന്റെ ഖുർആൻ നീ പഠിച്ചു,
അതുകൊണ്ട് ഫമാ അമിൽത ഫീഹാ, അതിൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? നീ ആ പഠിച്ച വിജ്ഞാനം കൊണ്ട് എനിക്ക് വേണ്ടി എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി നീ എന്തു ചെയ്തു? ഇഖ്ലാസോടുകൂടി എനിക്ക് എന്തമലാണ് നീ ചെയ്തത്? കാലായാൾ പറയും, തഅല്ലംതുൽ ഇൽമ, അല്ലാഹുവേ ഞാൻ ഇൽമ പഠിച്ചു, വഖറഅതു ഫീകൽ ഖുർആന, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്തു, ഞാനത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ എന്റെ പ്രഭാഷണം കേട്ട് നിന്റെ ദീനിന്റെ ആളുകളായി തീർന്നു. ഞാൻ നിരവധി തവണ നിരവധി സ്റ്റേജുകളിൽ നിനക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിച്ചിട്ടുണ്ട് തമ്പുരാനെ എന്നൊക്കെ പറയുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അയാളോട് പറയും, കസബത്ത, നീ പറഞ്ഞത് കള്ളമാണ്. വലാകിൻ, പക്ഷേ നീ ഈ ചെയ്തതൊക്കെ ചെയ്യുമ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. തഅല്ലംതൽ ഇൽമ, നീ ഇൽമ പഠിച്ചത് ലിയുഖാല ആലിമുൻ, നീ വലിയ പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. വഖറഅതൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്തു എന്നത് ശരിയാണ്. അത് ലിയുഖാല ഇന്നഹു ഖാരി, നീ വലിയ ഖുർആൻ റിസൈറ്റിംഗിൽ, ഖുർആൻ പാരായണത്തിൽ പ്രാവീണ്യമുള്ളയാളാണ്, വലിയ കാര്യമാണെന്ന് പറയപ്പെടലായിരുന്നു നിന്റെ ഉദ്ദേശ്യം. ഫഖദ് ഖീല, അതൊക്കെ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നീ വലിയ പണ്ഡിതനാണെന്ന ഖ്യാതിയായിരുന്നു നിനക്ക് വേണ്ടത്. നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവനാണ് എന്ന് ജനങ്ങൾക്കിടയിലുള്ള പേരായിരുന്നു നിന്റെ ലക്ഷ്യം. വഖദ് ഖീല, അത് അവിടെ സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ثم أمر به فسحب على وجهه حتى ألقي في النار, പിന്നീട് മലക്കുകളോട് അയാളെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാനും നരകത്തിലേക്ക് വലിച്ചെറിയാനും പറയപ്പെടും. മലക്കുകൾ അയാളെ നരകത്തിലേക്ക് ആദ്യത്തെ ആളെപ്പോലെ തന്നെ വലിച്ചുകൊണ്ടുപോയി വലിച്ചെറിയുകയും ചെയ്യും. മൂന്നാമതായി, വറജുലുൻ വസ്അല്ലാഹു അലൈഹി വആതാഹു മിൻ അസ്നാഫിൽ മാലി കുല്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ സാമ്പത്തിക സ്രോതസ്സുകൾ നൽകിയ ഒരു മനുഷ്യനെയാണ് പിന്നീട് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. സാമ്പത്തികമായ സമ്പാദനത്തിനുള്ള വ്യത്യസ്തമായ സ്രോതസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ബിസിനസ്സായിട്ടും മറ്റുമായിട്ടും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്രോതസ്സുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ അതെല്ലാം തിരിച്ചറിയും. فأتي به فعرفه نعمه فعرفه نعمه, അയാൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ വ്യത്യസ്തമായ മേഖലകൾ അയാൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുമ്പോൾ ഫഅറഫഹ, അതൊക്കെ അയാൾ തിരിച്ചറിയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, അതിൽ നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? ഞാൻ ഈ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ നിനക്ക് ചെയ്തു തന്നു, ധനസമ്പാദനത്തിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നു തന്നു, അതൊക്കെ നീ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു, എന്നിട്ട് എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ഖാല, അയാൾ പറയുമത്രേ, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക, അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏതെല്ലാം മേഖലകളിൽ ചെലവഴിക്കപ്പെടേണ്ടതുണ്ടായിരുന്നോ അവിടെ മുഴുവനും ഞാൻ നീ നൽകിയ ധനം ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ നിന്റെ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, നിന്റെ യതീം കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്, സാമൂഹികമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഞാൻ നീ നൽകിയ നിന്റേതായി ഞാൻ സമ്പാദിച്ച ധനം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തമ്പുരാനെ. ഏതെല്ലാം മാർഗങ്ങളിൽ നിന്റെ ദീനിന് സഹായം ആവശ്യമായിട്ടുണ്ടോ അത് മുഴുവനും ഞാൻ നൽകിയിട്ടുണ്ട്. മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖ്തു ഫീഹാ ലക, അല്ലാഹുവേ, ഏതെല്ലാം മാർഗങ്ങളിൽ ചെലവഴിച്ചാൽ നിനക്ക് തൃപ്തിയുണ്ടോ ആ മാർഗങ്ങളിൽ മുഴുവനും ഞാൻ ആ മുതൽ ചെലവഴിച്ചിട്ടുണ്ട്. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോടും പറയുമത്രേ, കസബത, നീയും പറഞ്ഞത് പച്ചക്കള്ളമാണ്. വലാകിന്നക ഫഅൽത, നീ അതൊക്കെ ചെയ്തു എന്നത് ശരിയാണ്. നീ ധനം വിനിയോഗിച്ചിട്ടുണ്ട്, നീ യതീംഖാനക്ക് കൊടുത്തിട്ടുണ്ട്, യതീം കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ട്, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ നിന്റേതായി സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്, നീ ഒരുപാട് പള്ളികളും നിർമ്മിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ലിയുഖാല ഹുവ ജവാദ്, അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് നിന്നെക്കുറിച്ച് ആളുകൾ പറയലായിരുന്നു നിന്റെ ലക്ഷ്യം. അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് നിന്നെക്കുറിച്ച് ആളുകൾ പറയലായിരുന്നു നിന്റെ ലക്ഷ്യം. അത് വഖദ് ഖീല, അത് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിന്റെ ലക്ഷ്യം എന്തായിരുന്നോ അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഉമിറ ബിഹി, പിന്നെ അവനെയും
നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ മലക്കുകളോട് കൽപ്പിക്കുകയും മലക്കുകൾ അവന്റെ മുഖം കുത്തി നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുകയും ചെയ്യും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ തോളത്ത് തട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബാ ഹുറൈറ ഹാദിഹി സലാസതു ഹും അവ്വലു മൻ തസ്ഉറു ബിഹിമുൻ നാർ. അബൂ ഹുറൈറ, ഈ 3 പേരാണ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നരകം കത്തിക്കാൻ ആദ്യത്തെ വിറകായി ഉപയോഗിക്കുന്നത് ഈ 3 പേരെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഏറ്റവും സുപ്രധാനികളായ 3 വ്യക്തിത്വങ്ങൾ. ഒന്ന്, അല്ലാഹുവിന്റെ മതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം നടക്കുമ്പോൾ പോർക്കളത്തിൽ, അടർക്കളത്തിൽ ജീവൻ വരെ നഷ്ടപ്പെടുത്തി അല്ലാഹുവിന്റെ മതത്തിന്റെ യുദ്ധം വിജയിപ്പിക്കാൻ ശ്രമിച്ചവൻ. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിൽ പ്രാവീണ്യം നേടി അതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നടിച്ച് വലിയ പണ്ഡിതനായി ഇവിടെ ജീവിച്ചു മരിച്ചുപോയയാള്. മൂന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സാമ്പത്തികമായ സൗകര്യങ്ങൾ നൽകി അയാൾ ആ സൗകര്യങ്ങളെ കൊണ്ട് സഹജീവികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ അയാളുടെ പണം വിനിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ മരണപ്പെട്ടു പോയ 3 പേർ നമ്മുടെ കണ്ണിൽ, മനുഷ്യരുടെ കണ്ണിൽ, സഹജീവികളുടെ കണ്ണിൽ ഈ 3 പേരും വലിയ നന്മയുടെ പ്രതീകങ്ങളാണ്. ഈ നന്മയുടെ 3 പ്രതീകങ്ങളെ കത്തിച്ചിട്ടാണ് അല്ലാഹുവിന്റെ നരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അമലുകൾ അതിൽ നിന്ന് മനസ്സ് അല്പമൊന്നു മാറിപ്പോയാൽ അതിന്റെ അവസ്ഥ ഈ രൂപത്തിലാണ് എന്നത് എന്നെ ഓർമ്മിപ്പിക്കാനും നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനുമാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്. നിങ്ങളിൽ ഒരാളെക്കാൾ പോലും ഒരു അണുവിൻ തൂക്കം നന്മയിൽ മുമ്പിട്ട് നിൽക്കുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അവനെ അറിഞ്ഞു ആരാധിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് അമലുകളിലുള്ള പോരായ്മ, അമലുകളിലുള്ള കളങ്കം, അമലുകളിലുള്ള ഉദ്ദേശ്യശുദ്ധിയിൽ വരുന്ന പോരായ്മ, ഇതൊക്കെ മനുഷ്യന്റെ വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഹൃദയത്തെ വിമലീകരിക്കുക, അവിടെയാണ് മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മളിൽ പലരും പല തെറ്റുകളെയും ചെറുതായി കാണുന്ന സ്വഭാവമുള്ള ആളുകളാണ്. പലതും അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതങ്ങനെ ജീവിതത്തിൽ തുടർന്നു പോയി കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും അത്തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകും. അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടോളണമെന്നില്ല, മറ്റുള്ളവർ അത് കാണുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം നമ്മുടെ കൂട്ടുകാരനിൽ ഒരു അരുതായ്മ കണ്ടാൽ അതൊരു കറാഹത്തായ കാര്യമാണെങ്കിൽ പോലും അയാളെ അത് ഉണർത്തണം. ഇതാ ഈ കാര്യം അത് ശരിയല്ല, അതൊരു കറാഹത്തായ കാര്യമാണ്. പലരും ഹറാമായ കാര്യങ്ങൾ തന്നെ ചെയ്തു നടക്കാറുണ്ട്. അത് കാണുമ്പോ മറ്റുള്ളവർ അവരും ഉപദേശിക്കണം. ഒറ്റക്ക് വിളിച്ചുകൊണ്ട്, ആളുകൾക്കിടയിലിട്ട് വഷളാക്കാതെ ഒറ്റക്ക് അവനെ വിളിച്ചുകൊണ്ട് പറയണം, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്നുണ്ട്, അത് മേലിൽ തുടരാതെ അല്ലെങ്കിൽ ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. അത് അല്ലാഹുവിന്റെ അടുക്കൽ ഒരുപക്ഷെ വലിയ അപരാധമായേക്കാം എന്ന രൂപത്തിൽ അയാളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു കവി പറയുന്നതായി കാണാം, ഖല്ലിദുനൂബ സഗീറഹ വകബീറഹ ഫഹുവ തുഖ വസ്ന കമാഷിൻ فوق أرض الشوك يحذر ما يرى لا تحقرن صغيرة إن الجبال من الحصى خل ذنوب صغيرها وكبيرها.
ദോഷങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് മുഴുവനും നീ മാറ്റി നിർത്തുക. ഫഹുവ തുഖ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. ദോഷങ്ങൾ ചെറുദോഷമാവട്ടെ, നമ്മുടെ കണ്ണിൽ നിസ്സാരമായതാകട്ടെ, അതൊരു കറാഹത്ത് പോലുമാകട്ടെ, അതിനെ മാറ്റി നിർത്തണം. എന്നാലേ, കാരണം കവി തുടരുന്നത് വസ്നകമാഷിൻ ഫൗഖ അർളി ഷൗക്കി, മുള്ളുള്ള സ്ഥലത്തുകൂടെ നീ നടക്കുമ്പോ നീ എങ്ങനെയാ നടക്കുക? വളരെ ശ്രദ്ധിച്ചിട്ടല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് ആ മുള്ളുള്ള സ്ഥലത്തുകൂടെ നീ നടക്കുമ്പോ അത് നിന്റെ കാലിൽ, നിന്റെ ശരീരത്തിൽ തട്ടാതെ തറക്കാതെ, അതിന്റെ ഉപദ്രവം നിനക്ക് ഏൽക്കാതെ നീ ശ്രദ്ധിച്ച് നടക്കുമല്ലോ. അത് ചെറിയ മുള്ളാണെങ്കിൽ കയറിക്കോട്ടെ, വലിയ മുള്ള് കയറാതിരുന്നാൽ മതി എന്നല്ലല്ലോ നമ്മളാരും ശ്രദ്ധിക്കുക. ചെറുതും വലുതും ഒന്നും ശരീരത്തിൽ തട്ടരുത്, കാലിൽ തറക്കരുത് എന്നുള്ള രൂപത്തിൽ ശ്രദ്ധിച്ചു നടക്കുമല്ലോ. അങ്ങനെ തന്നെയാണ് നീ ജീവിതത്തിന്റെ വഴിയിലും നടക്കേണ്ടത് എന്നാണ്. എന്നിട്ട് കവി പറയുകയാണ്, ലാ തഹ്ഖിറന്ന സഗീറത്തൻ, ഒരു ചെറിയ തെറ്റിനെയും നീ നിസ്സാരമായി കാണരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ, ഈ പർവ്വതം ഉണ്ടാകുന്നത്, വലിയ മല ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കല്ലുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു കുന്നുണ്ടാകുന്നത് എന്ന് നീ വിസ്മരിച്ചു കളയരുത്. ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ചെറുത് ഒരുമിച്ച് കൂടി പിന്നെ അതൊരു കൂമ്പാരമായി, ആ കൂമ്പാരം പിന്നീട് വലുതായി, പിന്നീട് അതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ വന്നു ചേരുമ്പോഴാണ് അതിന് നമ്മൾ മല അല്ലെങ്കിൽ പർവ്വതം അല്ലെങ്കിൽ കുന്ന് എന്നൊക്കെ പറയുന്നത്. ആ കാര്യം നീ വിസ്മരിക്കരുത് എന്ന് ഒരു കവി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മഹാനവറുകളെ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ അഖൽത തരീഖൻ ദാ ഷൗക്കിൻ, നീ മുള്ളുള്ള വഴികളിലൂടെ നടന്നിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ നടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്ങനെയാണ് നീ മുള്ളുള്ള വഴികളിലൂടെ നടക്കാറുള്ളത്? അയാൾ പറഞ്ഞു, ഞാൻ മുള്ളു കാണുമ്പോ മാറി നടക്കും, അല്ലെങ്കിൽ ഞാൻ മുള്ളങ്ങോട്ട് എടുത്തു ചാടും, എന്നിട്ട് അപ്പുറത്തേക്ക് ചാടി മുള്ളു എന്നെ എന്റെ കാലിൽ തറക്കാതെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലിക തഖ്വ, അത് തന്നെയാണ് തഖ്വ. നിന്റെ ജീവിതമാർഗത്തിൽ, നിന്റെ പാരത്രികമായ മോക്ഷത്തിനും ജീവിത വിജയത്തിനും തടസ്സം നിൽക്കുന്ന ഒരുപാട് കല്ലും മുള്ളുമൊക്കെ ഉണ്ടാകും. ആ കല്ലും മുള്ളുമൊന്നും നിന്നെ ആക്രമിക്കാതെ, നിന്നെ ഉപദ്രവിക്കാതെ, അതിന്റെ ഉപദ്രവം ഏൽക്കാതെ, അതിന്റെ കുത്തു ഏൽക്കാതെ നീ നിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് തഖ്വ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെ ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ, ചെറുദോഷങ്ങളെ നിസ്സാരവൽക്കരിച്ച് തള്ളരുത്. അതങ്ങനെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് ആശാസ്യമല്ല. കാരണം നീ വിസ്മരിച്ചു കളയരുത്. ഇന്നൽ ജിബാല മിനത്തുഖ, ഇന്നൽ ജിബാല മിനൽ ഹസ, ഇന്നൽ ജിബാല മിനൽ ഹസ, ചെറിയ ചെറിയ കല്ലുകൾ വന്ന് കൂടി പിന്നീട് അതങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴാണ് അത് മലയായി തീരുന്നത് എന്ന കാര്യം നീ വിസ്മരിച്ചു കളയരുത് എന്ന് ഈ മഹാനായ കവി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയാഫു അൻ കസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പരാജയങ്ങളുടെ കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ തന്നെയാണ്, ദോഷങ്ങൾ തന്നെയാണ് എന്ന് ഇവിടെ നമുക്ക് ഈ ആയത്ത് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മനഃപ്പാഠമാക്കുന്നതിൽ ചില കുറവുകൾ സംഭവിക്കുന്നു, ഹിഫ്ള് വേണ്ടതുപോലെ സാധ്യമാകുന്നില്ല എന്ന് മഹാനവറുകളുടെ ഉസ്താദിനോട്, വക്കീഅ എന്നവരോട് പരാതി പറഞ്ഞതിനെ കുറിച്ച് പറയാറുണ്ട്. ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഖാല അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖ വനൂറുല്ലാഹി ലാ യുതാ ലിആസി. ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി, എനിക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഹദീസും മറ്റും മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ല മഹാനവറുകളെ എന്ന് ഞാൻ എന്റെ ഉസ്താദ് വക്കീ എന്നവരോട് പരാതിപ്പെട്ടപ്പോ ഫഅർശദനി ഇലാ തർക്കിൽ മആസി, ദോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കോ, എന്നാൽ ഹിഫ്ള് വെറുതെ വന്നോളും എന്ന് വക്കീ എന്നവരെന്നെ ഉപദേശിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖ,
ഈ ഇൽമ് എന്നുള്ളത് അള്ളാന്റെ നൂറാണ്. അള്ളാഹുവിന്റെ നൂറ് ലാ യുത്താലി ആസി, അത് ദോഷികൾക്ക് നൽകപ്പെടുന്നതല്ല. അപ്പൊ ഇൽമ് വിജ്ഞാന സമ്പാദനത്തിന് പോലും തെറ്റുകുറ്റങ്ങൾ തടസ്സമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പല പരാജയങ്ങൾക്കും കാരണം, നിങ്ങൾക്കുണ്ടാകുന്ന പല പരീക്ഷണങ്ങൾക്കും കാരണം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പല മുസീബത്തുകളും വന്നു ഭവിക്കുന്നത് അത് ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ അനന്തരഫലമായിട്ട് തന്നെയാണ്. വയഅഫു അൻ കസീർ, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിങ്ങൾക്ക് അഫ്വ് ചെയ്തു തരികയാണ്. ആ കാര്യവും നിങ്ങൾ മറക്കരുത്. ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിട്ടുതരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, വിസ്മരിക്കരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹുവിനുള്ള ഇബാദത്ത് എങ്ങനെ ശുദ്ധമാക്കാം, എങ്ങനെ നിഷ്കളങ്കമാക്കാം എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഉള്ള ഇബാദത്തുകൾ നിഷ്കളങ്കമായി നിർവഹിക്കാൻ സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തകുൻ അഅബദന്നാസി എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ കുൻ വരിഅൻ തകുൻ അഅബദന്നാസി എന്ന് കാണാൻ സാധിക്കും. കുൻ വരിഅൻ, നീ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനാകാൻ ശ്രദ്ധിക്കുക, എന്നാൽ തകുൻ അഅബദന്നാസി. ഹദീസിന്റെ ബാക്കിയൊക്കെ ഇതിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുൻ വരിഅൻ, നീ വറഉള്ളവനാവുക. നമ്മുടെ മഹാരഥന്മാരായ ഗുരുക്കന്മാരുടെ, ഉസ്താദുമാരുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് സൂക്ഷ്മത, വറഅ്, അതായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതമായിരുന്നു സത്യത്തിൽ അവരെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാന്മാരായ നമ്മുടെ പല ഉസ്താദുമാരുടെയും ഒക്കെ ജീവിതത്തിന്റെ ഒരു വിമലമായ ആ ഒരു അവസ്ഥ, ആ വളരെ നിഷ്കളങ്കമായ അവരുടെ ജീവിത രീതി അതുതന്നെയായിരുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കാൻ ശ്രദ്ധിച്ചത് അതുതന്നെയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ വിജയം നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവരുടെയൊക്കെ മാർഗം പിന്തുടർന്നുകൊണ്ട്, കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. തെറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുക സാധാരണമാണ്, നിസ്സാരമാക്കി പറയുകയല്ല. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ഉടനെ തന്നെ ഒരു അബദ്ധം പറ്റിയാൽ അതിനെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ച് അതിൽ നിന്ന് മോചനം തേടുകയാണ് സത്യവിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള രീതി. ആ രീതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തകണ്ഠം പ്രശംസിക്കുന്നതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റിൽ നിന്ന് തൗബ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സംതൃപ്തനാകുകയും സന്തുഷ്ടനാവുകയും അവനത് പുറത്തു കൊടുക്കുന്നതിന്റെ ഒപ്പം അവനതിന് പാരിതോഷികമായി അല്ലാഹുവിന്റെ സ്വർഗവും നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾക്ക് യഥാസമയം തന്നെ അള്ളാഹുവിനോട് കാവൽ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും അങ്ങനെ ഹൃദയത്തിൽ വീണ ആ പുള്ളിയെ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. തെറ്റുകൾ അങ്ങനെ പറ്റുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യന്മാരെ രണ്ട് തരത്തിലാണ്. ചില ആളുകൾ പരസ്യമായി തെറ്റ് ചെയ്യും. അവിടെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ നാട്ടിലായാലും ഗൾഫിലായാലും എവിടെയായിരുന്നാലും പലരും ഈ വിശുദ്ധ റമളാനിന്റെ ഹുർമത്തിന് യോജിക്കാത്ത രീതിയിൽ പകൽ സമയങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുകയും അങ്ങനെ അവിശ്വാസികളെപ്പോലും വെല്ലുന്ന രൂപത്തിൽ ഇസ്ലാമിനെ പിച്ചുചീന്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ മോശക്കാരും മാപ്പില്ലാത്തവരുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു.
മഹാനായ സാലിം ഇബ്നു അബ്ദുള്ള എന്നിവരെ തൊട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമയത്തു അബൂ ഹുറൈറത യഖൂലു സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീന, എന്റെ സമൂഹത്തിലെ തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീന, പരസ്യമായി തെറ്റ് ചെയ്യുന്നവർക്കൊഴികെ. പരസ്യമായി തെറ്റ് ചെയ്യുക എന്നത് അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. ആരുണ്ടടാ ചോദിക്കാൻ എന്ന രൂപത്തിലാണ് ആ ഒരു നടത്തം. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. ആ വെല്ലുവിളി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം അവൻ അള്ളാഹുവിനെ പരസ്യമായി വെല്ലുവിളിച്ചു എന്നതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ നടക്കും, ആരുണ്ട് ചോദിക്കാൻ എന്ന അവന്റെ ആ ഒരു മാനസികാവസ്ഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്വിൽ നിന്ന് പോലും അവനെ അകറ്റി നിർത്തുന്നത്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീന, പരസ്യമായി തെറ്റു ചെയ്യുന്നവർക്ക് അള്ളാഹു തആല മാപ്പ് കൊടുക്കില്ല എന്ന് ഹബീബായ റസൂൽ. ഇനി അത് നമുക്കൊക്കെ അറിയാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വളരെയേറെ ഗൗരവമുള്ളതാണ്. വഇന്ന മിനൽ മജാനതി വഇന്ന മിനൽ മുജാഹറതി അൻ യഅമല الرجل بالليل عملا ثم يصبح وقد ستره الله فيقول يا فلان عملت البارحة كذا وكذا. രാത്രി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ അവനെ വഷളാക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരിക്കാം. അവൻ രാത്രിയിൽ ഒറ്റക്ക് ചെയ്ത ആ തെറ്റ് അല്ലാഹു തആല മൂടിവെച്ചു. പക്ഷേ അവൻ തന്നെ രാവിലെ വന്നിട്ട് ആളുകളോട്, അവന്റെ കൂട്ടുകാരോട് വിളിച്ചു പറയാണ്, എടോ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അഭിമാനപൂർവ്വം അവന്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ അവന്റെ അടുത്ത ആളുകളോട് പരസ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചുവെച്ച ആ തെറ്റിനെ ഇവൻ തന്നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രൂപത്തിൽ അതിനെ പരസ്യപ്പെടുത്തുന്നത് മുജാഹറത്തിൽപ്പെട്ടതാണ്. അത് പരസ്യമായി തെറ്റു ചെയ്യുന്ന കൂട്ടത്തിലാണ് കണക്കാക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. രാത്രി അവൻ തെറ്റു ചെയ്തപ്പോൾ മറ്റാരും കണ്ടിട്ടില്ലായിരുന്നു. അവൻ കള്ളുകുടിച്ചത് വേറെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അവൻ വ്യഭിചരിച്ചത് അവനും അവന്റെ കിടപ്പറ പങ്കിട്ട പെണ്ണും മാത്രമല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ രാത്രിയിൽ ചെയ്ത ഒരുപാട് തെറ്റുകൾ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവൻ തന്നെ രാവിലെ വന്നിട്ട് ആളുകളോട് പറയാ, ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയൽ അത് മിനൽ മുജാഹറത്തി, പരസ്യമായി തെറ്റു ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. വഖദ് സതറഹുല്ലാഹു അൻഹു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചുവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ മറച്ചുവെച്ചതിനെ അവൻ തന്നെ അള്ളാഹുവിന്റെ മറയെ വലിച്ചു കീറുകയാണ് ചെയ്തത്. അതുകൊണ്ടത് പരസ്യമായി തെറ്റ് ചെയ്ത കൂട്ടത്തിലാണ്, അവനും മാപ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. ഇത് തെറ്റ് ചെയ്യുന്നവരുടെ ഒരു സ്വഭാവമാണ്. ഇനി രണ്ടാമതായി മറ്റൊരു വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയുണ്ടായി. രഹസ്യമായി തെറ്റ് ചെയ്യുന്ന വിഭാഗത്തിന്റെ ശിക്ഷയുടെ ഗൗരവത്തെയാണ്, അല്ലെങ്കിൽ അവരുടെ പരാജയത്തിന്റെ ആഴത്തെയാണ് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ്, ലഅലമന്ന അഖവാമ മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഅലമന്ന അഖവാമ മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. ആരാണവർ? യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാല ജിബാലി തിഹാമ, മദീനയിലുള്ള പർവ്വതങ്ങളോട് സമാനമായ രീതിയിലുള്ള വലിയ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളുമായിട്ട് അവർ മഹ്ശറയിലേക്ക് വരും. അങ്ങനെ ഫയജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറ, ആ മദീനയിലുള്ള പർവ്വതങ്ങളോളം ഉയർന്നു നിൽക്കുന്ന അവരുടെ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല വാരി വിതറപ്പെട്ട പൊടി പടലങ്ങളെപ്പോലെയാക്കി തീർക്കും. അതൊന്നും മീസാനിലേക്ക് കയറ്റിവെക്കാനുണ്ടാവുകയില്ല. അതൊന്നും പിന്നീട് കണ്ണിൽ കാണാൻ പറ്റാത്ത രൂപത്തിൽ വിതറപ്പെട്ട ധൂളികളെപ്പോലെ, വാരി വിതറപ്പെട്ട പൊടിപടലങ്ങളെപ്പോലെയാക്കി മാറ്റുന്നതാണ്. അതൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജില്ലഹും ലനാ യാ റസൂലല്ലാഹ്, സ്വിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്. ആരാണ് പ്രവാചകരെ ഈ ഹതഭാഗ്യർ? അവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾ അറിയാതെയെങ്കിലും അവരിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ശ്രദ്ധിക്കാനാണ്, ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവർ നിങ്ങളിൽ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ അവരും ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും അവരും പങ്കുകാരാണ്. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർ ഒറ്റക്കാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നവരാണ്. അവർ വിജനമായിരുന്നാൽ, ഏകാന്തമായിരുന്നാൽ, മറ്റാരുമില്ലാത്ത അവസ്ഥയിലായിരുന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നവരാണ്. ആളുകൾക്കിടയിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവരൊറ്റയ്ക്കാണെങ്കിൽ ഇൻതഹഖൂഹ, അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ അവർ പിച്ചു ചീന്തുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ രീതിയിൽ ഒറ്റക്കിരുന്നു കൊണ്ട് തെറ്റു ചെയ്യുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ആരും അറിയാതെ ചെയ്ത തെറ്റ് പരസ്യമായി രണ്ടാമത് വന്ന് വിളിച്ചു പറയുന്ന വിഭാഗങ്ങൾ, ഇവരെല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ വളരെയേറെ ഹതഭാഗ്യരും അവരുടെ സൽക്കർമ്മങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വിലയും അല്ലാഹു തആല കൽപ്പിക്കുകയില്ല എന്നും നമുക്ക് ഈ ഹദീസുകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പറഞ്ഞു വന്നത്, ഇന്നത്തെ വിഷയത്തിന്റെ രത്നച്ചുരുക്കം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ഏറ്റവും ഇഷ്ടദാസന്മാരായി മാറാൻ, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് ആരാധിച്ചവരായി മാറാൻ വേണ്ടി ഉള്ള ഏക പോംവഴി നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അതിൽ ഇഖ്ലാസില്ലായ്മ കാരണം, അതിലുള്ള പോരായ്മകൾ കാരണം പലപ്പോഴും ആ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ അതൊന്നും അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടാതിരിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ നമ്മൾ ഹറാമു ജീവിതത്തിൽ സംഭവിക്കാതെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ ഇബാദത്തുകൾ നിർവഹിച്ചവർ. കുൻ വരിഅൻ തകുൻ അഅബദന്നാസി, നീ വറയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക, എന്നാൽ നീ തന്നെയാണ് ഏറ്റവും വലിയ ആരാധന നിർവഹിക്കുന്നവൻ. ഇത്തഖിൽ മഹാരിമ, ഹറാമുകൾ സംഭവിക്കുന്നത് നീ സൂക്ഷിക്കുക. തകുൻ അഅബദന്നാസി, എന്നാൽ നീ തന്നെയായിരിക്കും കൂടുതൽ ഇബാദത്തുകൾ ചെയ്തവനായി അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ ഇനിയും 4 ഉപദേശങ്ങൾ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലുള്ള നുറുങ്ങു ചിന്തകൾ വീണ്ടും നമുക്ക് പങ്കുവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പറഞ്ഞത് അതിൽ വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്റെ വിവരക്കേടും പോരായ്മയുമാണ്. പറഞ്ഞതും കേട്ടതുമൊക്കെ നല്ല ഉദ്ദേശ്യത്തോടെയാണ്. നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത് സൽക്കർമ്മം എന്ന നിലക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടെ അമലുകൾ ചെയ്യാൻ നമ്മളെ തുണക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് മൂടുന്നവരിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ പെടുത്തട്ടെ. അല്ലാഹു എല്ലാ രാത്രികളിലും, റമളാനിന്റെ എല്ലാ രാത്രികളിലും ഒരു നിശ്ചിത വിഭാഗത്തെ നരകത്തെ തൊട്ട് മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക
വതുലഖായിക വഖുലസായിക വഉമനായിക മിനന്നാർ. തമ്പുരാനെ, എല്ലാ രാത്രികളിലും, റമളാനിന്റെ ഓരോ രാത്രികളിലും നീ നിരവധി ആളുകളെ നിന്റെ നരകത്തെ തൊട്ട് മോചിപ്പിക്കുകയും നിർഭയരാക്കുകയും സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യുമല്ലോ. തമ്പുരാനെ, നിന്റെ മഹദ് ഫദ്ലുകൊണ്ട്, നിന്റെ അപാരമായ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെയുമൊക്കെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മൈക്ക് പോയിട്ടുണ്ടോ? ആരാ മൈക്ക് പോയി നടിച്ചത്? മൈക്ക് പോയോ? പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അത് ഞാൻ മൈക്കിലില്ലേ? ഓക്കെ, ആരോ മൈക്ക് പോയി നടിച്ചു. മൂപ്പര മൈക്ക് പോയിട്ടുണ്ടാവും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫിരിസി ഉസ്താദിന്റെ വളരെ മനോഹരമായ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ബാബു റയ്യാനിൽ നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഉസ്താദ് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് വിഷയങ്ങളാണ്. എന്നാലും സൗദിയിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ക്ലാസിന്റെ തുടക്ക ഭാഗം കേൾക്കാനൊന്നും സാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് അതിൻ്റെയൊക്കെ റെക്കോർഡുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഏതായാലും ഉസ്താദിന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ കൃത്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനി ഏതായാലും ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇന്നത്തെ ക്ലാസ് ശ്രവിച്ച് അതിൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീസാൻ ചെയ്ത് വരാം, മൈക്കിൽ വന്ന് ചോദിക്കാം. ഇനി മസ്നവി ഉസ്താദൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? മസ്നവിയൊക്കെ ജോയിൻ്റെ എല്ലാവരും ഇപ്പോൾ കൂടുതൽ ആളുകളും ഡ്യൂട്ടിയിലൊക്കെ തിരക്കിൻ്റെ സമയങ്ങളിലുമാകും. എന്തായാലും മസ്നവി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റീസാൻ ചെയ്യും. ബിസിയോ മറ്റ് റഹ്മത്തുള്ളാഹി സാഹിബ് ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരും ചോദ്യകർത്താക്കളൊന്നുമില്ലേ? ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഇന്നത്തെ വിഷയത്തിൽ, ഉസ്താദ് പറഞ്ഞ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് മൈക്കിൽ വരാം. ഉസ്താദിന് ഓൺലൈനുണ്ട്. മൈക്ക് വർക്കാവുന്നില്ല. ഉസ്താദിന് മൈക്ക് വർക്കാവുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മസ്നവി കൈപൊക്കിയിട്ടുണ്ട്. ഏതായാലും മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്കിൽ വിളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി ഇതിനായ ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ക്ലാസ്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ റമളാൻ പ്രത്യേക ക്യാമ്പയിൻ ബാബു റയ്യാനിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഞാനതിന്റെ കുറെ ഭാഗങ്ങൾ, ക്ലിയർ കുറവുണ്ടോ? കുറെ ഭാഗങ്ങൾ കേട്ടിരുന്നു സംസാരിക്കാൻ. അതല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ആ ടെക്നിക്കൽ പ്രശ്നം എന്താണെന്ന് അറിയില്ല. എൻ്റെ സിസ്റ്റത്തിനല്ല ഇപ്പോ പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രയാസമുണ്ട്. അല്ലാതെ ശ്രോതാക്കൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. വേറെ ശബ്ദം ഉണ്ടെന്ന് പറയുന്നു. ശ്രോതാക്കൾക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കിലേക്ക് എന്നതായാലും സാധനം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി എന്ന ഐഡിയയിൽ നമുക്ക് നസറുദ്ദീൻ ഫൈസി ഉസ്താദുണ്ട് ഉള്ളതുകൊണ്ട് ഏതായാലും വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ റമളാൻ ഇന്നലെ തുടങ്ങിയതുപോലെ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ പോലെ നമുക്ക് തോന്നുന്നു. ഒരുപാട് ദിവസങ്ങൾ 13 ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. ആ 13 ക്ലാസ്സുകൾ പ്രയാസമുണ്ടെങ്കിൽ, ശബ്ദം ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ മൈക്കിൽ ചെയ്യാം. ഏതായാലും ക്ലാസ് നയിക്കുന്ന ഉസ്താദുമാർക്ക്, അതുപോലെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഏതായാലും ഉന്നസുദ്ദീൻ ഫൈസി ഉസ്താദൊക്കെ മൈക്കിൽ വരും. അതിനുശേഷം
നമുക്ക് ഇതിന്റെ ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാറിനോട് പിന്നെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസ്നവി നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു കിരികിരി എന്നുള്ള ശബ്ദം ഉണ്ടായിരുന്നു, ഒരു ഇടങ്ങറുള്ള ശബ്ദം. പിന്നെ ഇവിടെ ഒരു സംശയം ഒരാൾ ചോദിച്ച് PM-ലൂടെ അത് ഉസ്താദിനോട് ചോദിക്കുകയാണ്. അതായത് 20 വയസ്സ് ഒരു കുട്ടി, ആ കാലത്ത് കുട്ടിയുടെ കാരണത്താല് എന്ത് ചെയ്തിട്ട് പിന്നെ നോമ്പ് നോറ്റിട്ടില്ല, കുട്ടിന്റെ കാരണത്താൽ നോമ്പ് നോറ്റിട്ടില്ല, 5 നോമ്പ് നോറ്റില്ല. അന്ന് അതേ സമയത്ത് ആ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത റമദാനാണ് മുമ്പ് ആ നോമ്പ് നോറ്റ് വീട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുദ്ദ് കൊടുത്തിട്ടില്ല. അപ്പൊ അയാളെ സംശയം, ആ മുദ്ദ് അന്ന് മുദ്ദ് കൊടുത്തിട്ടില്ല, അതോട് കൂടെ തന്നെ ആ മുദ്ദ് ഇങ്ങനെ ഇരട്ടിക്കുവോ, അതെ കുറെ കാലം കഴിഞ്ഞുകൊണ്ട് ഒരു നോമ്പിന് ഇപ്പൊ 20 കൊല്ലം കഴിഞ്ഞാൽ 20 മുദ്ദ് കൊടുക്കണോ, ഒരു മുദ്ദിന് പാറി 20 കൊടുക്കണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ആ ചോദ്യം ഉസ്താദിന്റെ അടുത്ത് അറിയിച്ചതാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല? ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കേട്ടോ? ആ, കേട്ടിക്കണം. ശംസുദ്ദീൻ ഫൈസി സാർ അവിടെ ഇല്ലേ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നും കൂടി മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ചോദിച്ചത് ഷംസുദ്ദീൻ ഫൈസി അവിടെ ഇല്ലാന്ന് തോന്നുന്നത്. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വേഗം പോയിട്ടുണ്ടാവണം, അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഷംസുദ്ദീൻ ഫൈസി അദ്ദേഹം വളരെ തിരക്കാണ്. ഷംസുദ്ദീൻ ഫൈസി വളരെ തിരക്കാണ്, വളരെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. സംഘടനാ പ്രവർത്തനങ്ങളും മറ്റൊക്കെ ആയിട്ട്. അതിന് പുറമെ പിന്നെ നാട്ടിൽ നിന്നൊക്കെ വന്ന നമ്മുടെ അതിഥികളെ സൽക്കരിക്കുക, അവർക്ക് പരിപാടികൾ സംഘടിപ്പിക്കുക പോലത്തെ തിരക്കിലൊക്കെയാണ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി. പക്ഷെ ഇന്ന് ബാബുറയ്യാനിൽ എല്ലാവർക്കും തിരക്കായത് കാരണം പിന്നെ ഒരു ക്ലാസ് നടക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം ക്ലാസ് എടുത്തതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ക്ലാസ് തുടർന്ന് വേഗം പോയിട്ടുണ്ടാവണം. ഏതായാലും ആ ചോദ്യം പിന്നെ കുട്ടിയുടെ കാരണത്തിനായിട്ട് കുറെ മുമ്പ് നോമ്പ് ഖളാ ആയിട്ടുണ്ട്. അടുത്ത പിറ്റത്തെ റമദാനിന് മുമ്പായിട്ടാണ് ഖളാ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് മുദ്ദ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ മുദ്ദ് കൊടുത്താൽ ആ മുദ്ദിന് ഒന്നിലധികം മുദ്ദ് കൊടുക്കണോ? വേണ്ട. അത് ഒന്നിലധികം മുദ്ദ് കൊടുക്കേണ്ടത് ഖളാ കൂട്ടാൻ വൈകിയാലാണ്. ഇത് ഖളാ കൂട്ടൽ പിറ്റത്തെ നോമ്പിന് മുമ്പായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് മുദ്ദ് കൊടുത്തിട്ടില്ല. അതാണ് ഉള്ളത്. അത് മുദ്ദ് അവിടെ നിമ്മത്തിൽ അവിടെ പിന്നെ നിൽക്കുള്ളൂ. അത് പിന്നീട് കൊടുത്ത് വീട്ടിയാൽ മതി. അപ്പൊ ഒരു മുദ്ദ് തന്നെ കൊടുത്താൽ മതി. മുദ്ദിലെ ആവർത്തനം വരില്ല എന്നർത്ഥം. ഇൻഷാ അള്ളാഹ് ഇനി നാളെ നമ്മുടെ ബാബുറയ്യാനിൽ നാളെ ദുബായിൽ നിന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി, അതുപോലെ തന്നെ മഅ്മൂൻ ഹുദവി പോലെയുള്ള നമ്മുടെ ആളുകൾക്കുള്ള സ്വീകരണമാണ്. അതിന്റെ ലൈവ് ഉണ്ടാവും. അതാണ് നാളത്തെ ബാബുറയ്യാൻ പരിപാടി. അതല്ലാതെ വേറെ ക്ലാസ് ഉണ്ടാവുന്നതല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസിയും അതുപോലെ തന്നെ മഅ്മൂൻ പിന്നെ ഹുദവിയും മഅ്മൂൻ ഹുദവിയും അദ്ദേഹം ദുബായ് ഹോളി ഖുർആൻ ട്രസ്റ്റിന്റെ ക്ഷണപ്രകാരം വന്നവരാണ്. അപ്പൊ അതിന്റെ വളരെ വമ്പിച്ച പരിപാടി ദുബായിൽ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് പരിപാടി നാളെ ഉണ്ടാകും. അതാണ് നാളെ ബാബുറയ്യാൻ എന്ന് അറിയിച്ച് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി ബാബുറയ്യാൻ സോങ് പ്ലേ ചെയ്യാം. അതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും റഹ്മത്തുള്ളാഹി സാഹിബ് കേൾക്കുന്നില്ലേ? റീസാൻ ചെയ്ത് വരും. ഞാൻ ഉസ്താദെ ഒരു റേഡിയോ ശ്രോതാവ് എന്റെ ചോദ്യം ചോദിച്ചതാണ്. അപ്പം നമ്മൾ ഈ വിത്ർ നിസ്കാരത്തിൽ
അത് പുസ്തകം ഫ്രീ ആണെങ്കിൽ പറഞ്ഞാൽ വളരെ എളുപ്പമുണ്ടായിരുന്നു. കാരണം റേഡിയോയിൽ കേൾക്കുന്ന ആളുകളാകുമ്പോൾ വിത്ർ നിസ്കാരത്തില് 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ റക്അത്ത് അത്തഹിയ്യാത്ത് ഇരിക്കാൻ നേരെ പോവുകയാണ്. 3 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിക്കുകയാണ്. അത്തഹിയ്യാത്തിന് ഇരിക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അത് അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പുസ്തകം കേൾക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ മറുപടി പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഫ്രീ അല്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ ഇതിന് പറയാം. പിന്നെ വിത്ർ അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കണം വിരോധമില്ല. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ ആ 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇടയിലൊന്നും അത്തഹിയ്യാത്ത് ഓതാതെ അവസാനത്തെ റക്അത്തിൽ മാത്രം ഒരു അത്തഹിയ്യാത്ത് ഓതി സലാം വിട്ടുക, അങ്ങനെയും പറ്റും. 3 3, 5, 7, 9 പിന്നെ 11 വരേക്കും വിത്ർ ഒന്നിച്ച് നിസ്കരിക്കാൻ. ഇടയിൽ അത്തഹിയ്യാത്ത് ഓതാതെ അവസാനം മാത്രം അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ട് അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രം. അല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്കിൽ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കത് റയ്യാൻ സോങ് പ്ലേ ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഖലോകാസുവർഗത്തിൻ കവാടം സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാ അടിയാക്കൾ കൂടയവൻ ഒരുക്കും കാലം അസുവിന്റെ തീരുനോട്ടം തുണയ്ക്കും കാലം സുഖലോകാസുവർഗത്തിൻ കവാടം സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാ